മെട്രിയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പരാജയങ്ങളെ മാറ്റുന്ന ദൈവശബ്ദത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന ഫെലിസ്ത്യരെ അവസാനം തോൽപ്പിച്ച ദാവീദിൽ വന്ന് നമ്മൾ അവസാനിക്കുകയായിരുന്നു. എന്നാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നത് പ്രവാചകന്മാരിൽ കൂടിയും സ്വപ്നത്തിൽ കൂടിയും ദർശനത്തിൽ കൂടിയും ദൈവവചനത്തിൽ കൂടിയും ഒക്കെയാണ്. പല രീതിയിൽ നമ്മൾ ദൈവശബ്ദം കേൾക്കും. എന്നാൽ ദൈവശബ്ദത്തിൻ്റെ ആധികാരികതയും ദൈവശബ്ദം ആണ് എന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലെ കൺവിക്ഷൻ തരുന്ന സമയത്താണ്. അത് ദൈവവചനത്തിലാണ്. ദൈവവചനത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ബ്രൂഡ് ചെയ്തിരിക്കുന്നു, അടയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കോഴി മുട്ടയുടെ മേളിൽ അടയിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് പോലെ തന്നെ പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും നമ്മളെ ഡെലിവർ ചെയ്യുകയും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വചനം പ്രസംഗിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ചും സുവിശേഷന്മാരും അതുപോലെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ഭയപ്പെടാതെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണം. ഇത് അനേകം ആളുകളുടെ വിടുതലിനുള്ള ഒരു ശുശ്രൂഷയാണ്. ഞാൻ ഇപ്പോഴേ ഈ മെറ്റനായ യൂട്യൂബ് ചാനൽ വഴി ഞാനിത് പറയുമ്പോഴേ ഈ സിസ്റ്റത്തിനകത്ത് ഇത് കിടക്കുകയാണ്. പല സമയങ്ങളിൽ ഏത് സമയത്താണെന്ന് അറിയത്തില്ല, ചിലപ്പോഴേ ഇത് ആരെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോഴേ അവരുടെയൊക്കെ ലൈഫിൽ ഇത് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രസംഗിക്കാതെ അങ്ങനെ കേൾക്കാതെ എങ്ങനെ രൂപാന്തരപ്പെടും, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. അതുകൊണ്ട് അയക്കാനായിട്ടുള്ള വിളി വേണം, അതുപോലെ പ്രസംഗം വേണം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. വചനം പ്രസംഗിക്കണം, ദൈവത്തിൻ്റെ വരളപ്പാട് അറിയിക്കണം. ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അവരുടെ മേൽ രൂപാന്തരം വരികയാണ്. അപ്പോൾ ആദ്യമ സഭയിലറിയാം, പരിശുദ്ധാത്മാ അവരുടെ മേൽ വരികയാണ്. ദൈവത്തിൻ്റെ വചനം തെസ്സലോനിക്ക സഭയിൽ ശക്തിയോടും കൂടി കൺവിക്ഷനോടു കൂടിയും ദൈവത്തിൻ്റെ വചനം ചെന്നതുകൊണ്ട് ആളുകൾ രൂപാന്തരപ്പെട്ടതായിട്ട് അവിടെ കാണുന്നുണ്ട്. അതിന് വചനം കേൾക്കുന്നവൻ്റെ മേലെ വിടുതൽ വരികയാണ്. അതാണ് നമ്മൾ കഴിവൊന്നുമല്ല വിടുതൽ ഉണ്ടാക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി എന്നാണ് 107 സങ്കീർത്തനത്തിൽ പറയുന്നത്. അവൻ തൻ്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. സങ്കീർത്തനം 107:20. വചനം അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, പലപ്പോഴും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി വരും. പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്നുള്ള വിടുതലിനൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ വലിയ വിടുതൽ വന്നു ചേരും. നമ്മളറിയാത്ത വഴികളിൽ നിന്നാണ്. ചില സമയങ്ങൾ നമ്മൾ അറിയത്തില്ല ചില കാര്യങ്ങൾ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവം വിടുതൽ തരുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ. അബ്രഹാമിൻ്റെ വീട്ടിലെ തന്നെ അറിയാമല്ലോ, 3 ദൂതന്മാർ അന്വേഷിച്ച് എന്ന കാര്യം നമുക്കറിയാമല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഭവനത്തിലേക്ക് അന്വേഷിച്ച് വരും, അല്ലാതെ അത് വെളിപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ചില കാര്യത്തിന് വേണ്ടി നമ്മളെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വരും. ചിലപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചല്ലായിരിക്കും, ഓരോ പടികളായിട്ട്. അത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓരോ പടികളായിട്ട് നമ്മൾക്ക് വെളിപ്പെട്ട് വരുന്നതായിട്ട് കാണാം. ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പം തന്നെ ചില ഭവനങ്ങളിലൊക്കെ ഭർത്താക്കന്മാർ അവരുടെ ചില രോഗങ്ങൾ, അതുപോലെ ചില ദുഷിച്ച സ്വഭാവം, ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തന്നെ പറയണം, ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ ഭർത്താവിൻ്റെ ഈ ദുഷിച്ച സ്വഭാവം മാറ്റാൻ കർത്താവേ ഞാനങ്ങ് പ്രവചിക്കുകയാണ്, ദൈവമേ നീ പ്രവർത്തിക്കണമേ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നമ്മൾ ദൈവവചനത്താൽ അതിനെ ശക്തീകരിക്കുമ്പോഴേ, ആ പ്രാർത്ഥനയെ നമ്മൾ ശക്തീകരിക്കുമ്പോഴേ അവിടെ ഒരു വലിയ ഡെലിവറൻസ് വന്നു ചേരുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിച്ച ഈ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക: വിശ്വാസം, പ്രാർത്ഥന, ദൈവവചനം. രൂത്തിൻ്റെ ഒരു എക്സാമ്പിള് നമ്മൾ ബൈബിളിൽ നിന്ന് കാണാം.
നമ്മളത് ശ്രദ്ധിച്ചാൽ അറിയാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം. രൂത്ത്, നവോമി നമുക്കറിയാവുന്ന ക്യാരക്ടറാണ്. യഹൂദയിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വരികയാണ്. നവോമി വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ്, രൂത്ത് കൂടി അതിനൂടെ ഇറങ്ങി ഭാഗ്യവശാൽ അവർ ബോവസിൻ്റെ വയലിൽ വന്നു. നമുക്കറിയാവുന്ന ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും ഇറങ്ങിയാൽ ഒരു റൈറ്റ് പ്ലേസിൽ തന്നെ വരും എന്നുള്ളതിൻ്റെ തെളിവാണ് രൂത്തിൻ്റെ ജീവിതം. യജമാൻ പറഞ്ഞു, ഇവളെ ഉപദ്രവിക്കേണ്ട. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരികയാണ്. അവിടെ വന്നു. അവിടെ നിന്ന് യവം കൊയ്ത്തിനകത്ത് അവർക്ക് കാല പറക്കാനുള്ള പെർമിഷനായി. അവിടെ വന്നു. അവർക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ചോണം. ഓരോ സ്റ്റെപ്പാണ്. പിന്നെ കഷ്ണം ചാറ്റിൽ മുക്കി കഴിച്ചുകൊള്ളണം. ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിറ്റേ ദിവസം വരുന്നു. കറ്റുകൾ ചിലത് വലിച്ചിട്ടേക്കണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം ഒരു പറ യവം കിട്ടി. പല വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ എല്ലാം കൂടെ ഒരുമിച്ചല്ല വരുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം കാണിച്ചു തരുന്ന, ദൈവശബ്ദത്തിൻ്റെ കീഴിലിരിക്കുമ്പോഴേ ദൈവം കാണിച്ചു തരുന്നതായിട്ട് മനസ്സിലാക്കും. ഓരോ അടയാളങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ പൊഴിഞ്ഞു കിടക്കുന്ന നീ വാരിയെടുത്തോന്നായി. പിന്നെ അടുത്ത സ്റ്റെപ്പായി, കേട്ടോ മകളെ, നീ വേറെ വയലിലെങ്ങും ഇനിയും കാല പറക്കാൻ പോകണ്ട, അതിൽ പെറുക്കി തീരാത്തൊരു വയലായി. എന്തൊക്കെയാണ് നടക്കുന്നത്? വയൽ ഏതാണ്? ദൈവരാജ്യം എന്ന വയൽ. അത് നമ്മൾ സിംബോളിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ബോവസ് ആരാണ്? ബോവസ് നിൻ്റെ രക്ഷകനാണ്. ആരാണ് രൂത്ത്? രൂത്ത് എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന നീ, അല്ല പ്രാർത്ഥിക്കുന്ന സ്ത്രീ എന്ന് വേണമെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പുരുഷൻ. അപ്പോഴും ഓർപ്പന്മാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫലശേഖരം നടക്കുകയാണ്. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരെ ചുരുക്കം. കൊയ്ത്തിനായിട്ട് വിളഞ്ഞിരിക്കുന്ന നെൽപ്പാടങ്ങൾ, ഗോതമ്പ് പാടങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്ന ഭാഗം ഇവിടെ ശ്രദ്ധേയമാണ്. ഇത്രയും ആയപ്പോഴും അമ്മായിയമ്മ പറയുകയാണ്, ഇന്ന് നീ കുളിച്ച് തൈലം പൂശി കളത്തിലിറങ്ങി, ഈ രാത്രി വീണ്ടെടുപ്പിൻ്റെ ദിനമാണ്, നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന ദിനം എന്താണെന്ന് വിശ്വസിക്കാൻ പറയാം. രൂത്ത് നിനക്കും എനിക്കും നിഴലാണ്. നിങ്ങളത് രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടെ ഇത്തിരി കാര്യങ്ങളുണ്ട്. ഒരു നല്ല ഹിസ്റ്ററി പോലെ കിടക്കുകയാണ്. കളത്തിൽ അമ്മാവിയമ്മ പറഞ്ഞ പോലെയൊക്കെ അവൾ ചെയ്തു. ബോസ് വന്നു. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു. അന്ന് രാത്രിയിൽ അവൾക്ക് കൂടുതൽ യവം കൊടുത്തതായിട്ടൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. താഴെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ബോസിൻ്റെ കാൽച്ചുവട്ടിൽ നീ ഉറങ്ങണമെന്ന് പറഞ്ഞ രാത്രിയിൽ യാക്കോബ് ദൈവദൂതൻ്റെ കൂടെ പോരാടി അവൻ്റെ ചരിത്രം മാറിയതുപോലെ രൂത്ത് ബോസിൻ്റെ കാൽച്ചുവട്ടിൽ അവിടെ ഒരു വീണ്ടെടുപ്പുകാരൻ വരുന്നു. വീണ്ടെടുപ്പുകാരൻ വന്ന് അവസാനം അവിടെ ആദ്യം അവൻ ഒബ്ജക്റ്റ് ചെയ്തെങ്കിൽ പിന്നീട് രൂത്തിനെ അവസാനം അവൻ സ്വീകരിക്കുന്നതായിട്ട് കാണും. ഞാൻ ചുരുക്കി പറയാണ്, നമ്മൾ പല ഫയലുകളും പ്രാർത്ഥിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാൽ ദൈവം ആ ഫയലുകളൊന്നും മറന്നിട്ടില്ല എന്ന് നമ്മൾ ഓർക്കുക. ദൈവം ആ ഫയലുകളൊക്കെ തക്ക സമയത്ത് നമുക്ക് വേണ്ടി തരും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഒന്നും വേസ്റ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില തടസ്സങ്ങളുണ്ടാവും, ചില ഡിലേ വന്നെന്ന് വരാം. അതുകൊണ്ട് ദർശനം കണ്ടാൽ ആ ദർശനം കണ്ടവർക്ക് ഒരു കുലുക്കവുമില്ല. അവർ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രൊഫസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഓരോ സ്റ്റെപ്പുകളായിട്ട് ദൈവം അടയാളങ്ങളായിട്ട് കാണിച്ചു കൊടുക്കും. ഹബക്കൂക്ക് 2:3 പറയുന്ന ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അതിൻ്റെ സമാപ്തിക്കായിട്ട് ഒരുങ്ങിക്കൊള്ളുക, ദൈവം അത് പൂർത്തീകരിക്കും. നമ്മുടെ ജീവിതങ്ങളിലെ ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് വേണ്ടി ഓരോ ദിവസവും തുറന്ന് തരികയാണ്. അത് നമ്മൾ പ്രാപിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മളിത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ ചുറ്റുപാടിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഈ പല കറകളും മാലിന്യങ്ങളും വന്ന് ഇത് മൂടി, ആ കിണറുകളൊക്കെ മൂടിയിരിക്കുമ്പോഴേ ഫിലിസ്തീൻ വന്ന് മൂടിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ പിശാച് വന്ന് മൂടിയിരിക്കുകയാണ്. നമുക്കിതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ട്രാൻസ്പെറൻ്റായിട്ടിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് ഒന്ന് പ്രവചിച്ച്, എൻ്റെ ജീവിതം ഈ രീതിയിലാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഹിതം ഇതാണ്, ആ പർപ്പസിൽ എൻ്റെ ജീവിതം ആയിത്തീരുമെന്ന് പറഞ്ഞ് പോകാനായിട്ട് ഇവിടെ രൂത്ത് പ്രാർത്ഥിക്കുന്ന രൂത്തിന് അത് നടന്നു.
അതുകൊണ്ട് രൂത്ത് എനിക്കും നിനക്കും ഒരു നിഴലായിട്ട് നിൽക്കുകയാണ്. ബോവസിൻ്റെ വയലിലായത് ഭാഗ്യമായി. ബോവസ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. കർത്താവ് നിന്നെ വീണ്ടെടുത്ത് അവൻ്റെ വയലിൽ നിന്നെ ആക്കിയിരിക്കുകയാണ്. എന്നേക്കുമായിട്ട് പെർമനൻ്റ് റിലേഷൻ. അതിൽ നിന്നാണല്ലോ യേശു ക്രിസ്തു ആ ജീനിയോളജിയിൽ ഉണ്ടായത് നമുക്കറിയാം. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കഥകൾ, ഹിസ്റ്ററികൾ, ഇത് നമുക്ക് കാണിക്കുന്ന വലിയൊരു ദൂത് എന്ന് പറഞ്ഞാൽ നീയും ഞാനും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെന്ന് ദൈവശബ്ദം കേൾക്കുകയും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും ചെയ്യേണ്ട ഏറ്റവും ആവശ്യമാണ്. പേടിച്ചല്ല ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ പോയപ്പോഴാണ് കുറേ പട്ടികൾ ഉണ്ട്. ആ പട്ടികൾ നമുക്കറിയാം ഇപ്പോൾ ഈ പേപ്പട്ടിയുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ആ പട്ടി കണ്ടപ്പോൾ എനിക്ക് പേടിയായി, അവരെന്നെ ആക്രമിക്കുമെന്ന്. ആ ഒരു പട്ടി തലപൊക്കി നോക്കി, ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. ഒരു പട്ടി തലപൊക്കി നോക്കി വരുന്നത് കണ്ടിട്ട് പിന്നെയും അവിടെ കിടന്നു. എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഈ പട്ടികളുള്ളതുകൊണ്ട് എനിക്കൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പുറത്ത് നടന്നൊരു ഒരു കമ്പെടുത്തിട്ട് ആ കമ്പുമായിട്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഓരോന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അന്നേരം അവർ ഭയന്നത്, ശരിക്കും ഈ പട്ടികൾ ഭയന്നത് എന്നെയല്ല, ആ കമ്പിനെയാണ് ഭയന്നത്. ആ കമ്പ് വെച്ച് അതിനെ അടിക്കുമെന്നാണ്. ഇതുപോലെയാണ് ഇന്ന് പല ക്രിസ്ത്യൻസും ജീവിക്കുന്നത്. ദൈവം അവരെ ശിക്ഷിക്കും, ന്യായം വിധിക്കും എന്നുള്ള രീതിയിൽ ഇന്ന് ജീവിക്കും. അങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള കോൺഫിഡൻസിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. കമ്പ് കണ്ട് ഭയന്ന് പട്ടി ഓടിയതുപോലെ ദൈവം എന്നെ അടിക്കും, അതുകൊണ്ട് പേടിച്ച് ഇരിക്കുകയല്ല. അതുകൊണ്ട് പാപത്തിൽ അകപ്പെടുക എന്നുള്ളത് ഇന്നൊരു കോമൺ സീനറിയായി മാറിക്കൊണ്ടിരിക്കുക. ദൈവം അങ്ങ് ക്ഷമിച്ച് കളയും എന്നുള്ളത്. ജഡ്ജ്മെൻറ്റിനെ ഭയന്നല്ല പാപത്തിൽ നിന്ന് നമ്മൾ മാറേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ബോവസിൻ്റെ കാര്യവും രൂത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞു. ദൈവശബ്ദം കേൾക്കുന്നവർ പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് വീണ്ടും പോകരുത്. ദൈവശബ്ദം കേൾക്കുന്നവർ ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം മനസ്സിലാക്കി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദിനം പ്രതി ജീവിക്കാനായിട്ട് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെയാണ് ഡെലിവറൻസ് വരുന്നത്. അല്ലാതെ ഈ കിണറുകൾ മൂടിയ അനുഭവത്തിൽ വീണ്ടും നമ്മൾ ജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച കാര്യമില്ല. കിണറുകളെ വിളിച്ചു വരുത്താം, കിണറെ പൊങ്ങി വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്താം. എന്നാൽ അതിൻ്റെ പ്രയോജനം നിനക്ക് കിട്ടണമെങ്കിൽ അവിടെ ദൈവസന്നിധിയിലെ സമർപ്പിക്കപ്പെട്ടൊരു ജീവിതമായിരിക്കണം. നിൻ്റെ റിലേഷൻഷിപ്പ് പേടിച്ചുള്ള റിലേഷൻഷിപ്പല്ല. എൻ്റെ കർത്താവിന് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ള ധൈര്യത്തിൽ ദൈവസന്നിധി സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലൊക്കെ ദൈവം ഞങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവമായിട്ട് സ്തോത്രം. കർത്താവെ, ആ രൂത്ത് ബോവസിൻ്റെ വയലിലായതോ, അവളെ വെറും കയ്യെ പോയില്ല, അവളെ കർത്താവെ ആ ജനറേഷനിൽ അവളെ അക്സെപ്റ്റ് ചെയ്ത് അവളെ കൂടെ ജീവിക്കാനായിട്ട് കൊണ്ടുപോയതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലെ അനുഗ്രഹങ്ങൾ നിൻ്റെ മക്കളും അവകാശികളുമാണെന്നുള്ള ആ വലിയ ചിന്തയിലുള്ള അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, എല്ലാ രീതിയിലുമുള്ള ആ ടോട്ടൽ ഡെലിവറൻസ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ തരണം. ഞങ്ങളുടെ ശാരീരികമായിട്ടുള്ള വിടുതൽ മാത്രമല്ല, മാനസികമായിട്ടും ആത്മീയമായിട്ടുമുള്ള പൂർണ്ണമായിട്ടുള്ള വിടുതൽ കർത്താവേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അവർക്ക് വേണ്ട എല്ലാ നന്മകളും ഉയരത്തിൽ നീ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് ഏതൊക്കെ വിഷയങ്ങൾ അവർ അനേകം വർഷങ്ങളായി പ്രാർത്ഥിച്ചോ അതിൻ്റെയൊക്കെ വെളിപ്പാടുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇന്ന് വെളിപ്പെട്ട് വരുവാൻ കർത്താവെ സഹായിക്കണമേ. ആദ്യത്തെ സ്റ്റെപ്പ് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വെളിപ്പാട് ഇന്ന് അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് കാണുവാനായിട്ട് അവരെ കോൺഫിഡൻ്റായി പ്രാർത്ഥിപ്പാൻ കർത്താവെ നീ സഹായിക്കേണ്ടവർക്ക് ചെയ്യണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് വാച്ച് ചെയ്യണം. അതുപോലെ നിങ്ങൾ നമ്മുടെ ലൈവ് പ്രോഗ്രാം ജൂലൈ 1st വീക്കിൽ വരുന്നുണ്ട്.
നിങ്ങൾ അതിനകത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അയച്ചു തന്നാൽ നിങ്ങളുടെ ലിങ്ക് ആ ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ് ഗ്രൂപ്പിൽ അത് വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഒരുപാട് ഡെലിവറൻസ് ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ വിളിക്കുകയോ അയക്കുകയോ ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.